ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങളൊരു യാത്രയിലിടയിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, ഞാൻ ഉള്ളിൽ ഇരുന്നിട്ട് എല്ലാവരെയും കാണിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ഇടുക്കി കയറുന്ന ഒരു ട്രിപ്പ്. ഇടുക്കിയിലോട്ടാണ് പോകുന്ന വഴി എവിടെയെങ്കിലൊക്കെ കയറിയായിരിക്കും പോകുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു പുതിയ ട്രാവൽ വ്ളോഗ്, റോഡ് ട്രിപ്പ്. നമ്മുടെ റോഡ് ട്രിപ്പ് എപ്പോഴും അടിപൊളിയാണല്ലോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റോഡ് ട്രിപ്പ്. ട്രെയിനിലായാലും ഒക്കെ പോകുന്നതിനേക്കാളൊക്കെ അടിപൊളിയാണ് കാറിലിങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വൈബ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയൊക്കെയാണ്, അവരെല്ലാം കാണിക്കാം. നമുക്ക് ഈ വ്ളോഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ഈ വലിയ പള്ളിക്ക് ഓപ്പോസിറ്റുള്ള പാറയിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉള്ളിലുണ്ട്. ഇനി അവരെ കാണാം. കമോൺ. ഹലോ ഗൈസ്, ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. രാജാ ഹായ് പറയൂ. സ്രജിൻ പാപ്പി ഹായ് പറയൂ. ഞങ്ങളെല്ലാം കഴിക്കാൻ കയറിയേക്കുവാണ്. ഇസാക്കുട്ടൻ വേണ്ടേ? ഇസാക്കുട്ടൻ ഹായ് പറഞ്ഞേ. ഹായ്. ഞങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ കൂട്ടാ പറഞ്ഞേ? പൊറോട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വന്നിട്ട് കാണാം അല്ലേ? ഞങ്ങളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. പൊറോട്ടയാണ് പറഞ്ഞേക്കുന്നത്. ഇസാക്കുട്ടിന് പൊറോട്ട വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്, ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ തന്നെ. അപ്പം അജുൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയിട്ടിപ്പം ഏകദേശം കുറച്ച് നേരമായി, ലേറ്റായി കുറച്ച് ഇറങ്ങാൻ. ഇപ്പം 10 മണിയോളം കഴിഞ്ഞു. നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് കഴിച്ചത്. ഇഷാക്കോട്ടനെ ഉറക്കത്തിൽ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഒരിതാണ്. ഹാപ്പിയാണോ? ചിരിച്ചു നോക്കിയെന്ന് ചേട്ടാ. ചിരിക്കാൻ വന്നപ്പോഴേ പറഞ്ഞിരിക്കുന്നോണ്ടൊക്കെ ചിരിക്കുന്നു. നമ്മുടെ ഫുഡ് എങ്ങനെ വന്നു? ചേട്ടാ പൊറോട്ട, എഗ് കറി. കോഫി വേണോ? കോഫി അജിനെ കോഫി വേണോ? ചേട്ടാ കോഫിയും കൂടെ വേണേ. ചായ മതി. രാജന് ചായ. ചായ ചായ. ഇസാനോ? ചായ വേണ്ടേ? ചായ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ഇനി കഴിച്ചിട്ട് കാണാം. പൊറോട്ടയും മുട്ടക്കറിയാണ്. ഈ ഗ്രേവി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. നല്ല വിശന്നിരിക്കുമ്പോൾ ഫുഡ് കാണുമ്പോൾ ഒരു സന്തോഷം, അത് വേറെ ലെവൽ. രാവിലെ അത്യാവശ്യം നല്ല ഒരു മഴയുടെ വൈബായിരുന്നു. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് മൂവ് ചെയ്യണം. വേഗം വേഗം കയറി പോകണം, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. ഇസാൻകുട്ട് ഓടി വന്നേ. ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങളുടെ ഇസു ഹാപ്പിയായി. ഹാപ്പി ബീബി. ഇച്ചിരി നേരം വെളിയിൽ നിന്നുള്ള വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇറങ്ങാം. ഒരു ഹായ് പറഞ്ഞു. ഇടയ്ക്ക് അതിന് വർക്ക് കോപ്പി ഉണ്ടായിരുന്നു. അപ്പം അനൂബ്രോ ആണത്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വ്ളോഗിൽ. അപ്പം അത് വർക്ക് കോപ്പി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങുകയാണ്. കൂടുതൽ കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് നിന്ന് തീർക്കുന്നില്ല. വേഗം കാറിൽ കയറട്ടെ. ഇനി നമ്മൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ വേണ്ടേ വണ്ടിയിൽ കയറി. ചേച്ചി വിയർത്ത് നോക്ക്. ഇസാൻ ബേബി വിയർത്തില്ല. ഏയോ. ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ പോവാണ്. എൻ്റെ പാപ്പിക്കുട്ടുണ്ട്. വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോകുന്ന വഴി നമുക്ക് കാണാം. കാഴ്ചകൾ കണ്ടു പോവാം. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ടും ഒരുപാട് വർത്തമാനം പറഞ്ഞും നല്ല കുറേ പാട്ടുകൾ കേട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ്. നല്ല ഒരുപാട് രസമുള്ള കാഴ്ചകൾ ത്രൂ ഔട്ട് ദ ജേർണിയിലുണ്ടായിരുന്നു. റോഡ് ട്രിപ്പ് ഏറ്റവും കൂടുതൽ ഭംഗിയാവുന്ന എപ്പോഴും അതാണല്ലോ. നല്ല കാഴ്ചകൾ കണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ യാത്രയിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് വരെ ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇസുവിൻ്റെ കാര്യം പ്രത്യേകം പറയണം. ഈ ത്രൂ ഔട്ട് ഈ യാത്രയിൽ ഇസു എത്ര സന്തോഷത്തോടെ നമ്മുടെ കൂടെ നിന്നെന്നുള്ളത്. മുണ്ടക്കായി എത്തി ആ പാലം കാണുമ്പോൾ എനിക്ക് 2018 ആ വെള്ളപ്പൊക്കം നന്നായിട്ട് ഓർമ്മ വരും. കാരണം ആ പാലം അത്രയും കവിഞ്ഞൊഴുകിയ രംഗമൊക്കെ എപ്പോഴും ഈ വഴി പോകുമ്പോൾ ആ കഥ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ എന്താണ് കണ്ടത്? പൈനാപ്പിൾ ഉപ്പിലിട്ടത് കണ്ടത്. ടെംപ്റ്റിംഗ് ആയിട്ട് നമ്മൾ പൈനാപ്പിൾ അല്ലേ? ആ പൈനാപ്പിൾ തന്നെ. പൈനാപ്പിൾ വിത്ത് മാംഗോ. നല്ല മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടത് ഇവിടെ കിട്ടും. ബാക്കിലാണ്. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വാങ്ങാം. ഇറങ്ങി നമുക്ക് പൈനാപ്പിൾ കഴിക്കാം. ഞാൻ കട കാണിച്ചു തരാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. കുറച്ച് വെയിലാണ്. പൈനാപ്പിൾ പറഞ്ഞിട്ടുണ്ട്. കുറേ പൈനാപ്പിൾ ഉണ്ട്. കുറേ ഫ്രൂട്ട്സ് വേറെ ഉണ്ട്. വേണ്ട റംബുട്ടാൻ എന്തോരം ഉണ്ട് വീട്ടില്. വേണ്ട റംബുട്ടാൻ. ഇസാൻ കണ്ടത് വേണമെന്ന് പറയും. പൈനാപ്പിൾ പറഞ്ഞിട്ടുണ്ട്.
യെസ് ബേബി. ഇത് ഹൈബ്രിഡ് ആണോ? മധുരം കൂടുതലാണോ അതിന്? ഓ നമുക്ക് അത് വാങ്ങിച്ചല്ലോ കുറച്ച്. ഇത് ഇളകി വരുന്നതായിരിക്കും. അത് വാങ്ങിച്ചാലോ കുറച്ച്? സാധനം വേണോ? സാധനം വേണോ? ഇപ്പം വാങ്ങിക്കും. വേണം. ഓക്കെ. പാപ്പിക്ക് മാംഗോ മതി എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ പൊടിയാലെന്ന് പറഞ്ഞു. പൊടിച്ചോ? കൊള്ളാവോ? വേണ്ട, എനിക്ക് മുളക് വേണ്ട. മാംഗോ ഒരു പീസ് എടുക്കാം. ഭയങ്കര ടെംപ്റ്റിങ് ഉപ്പിടുന്ന സാധനം. കാരണം റിയാക്ഷൻ വേണം ഇവിടെ നിന്ന് എടുക്കാം. മാംഗോ അവരവിടെ റംബുട്ടാൻ വാങ്ങിയിട്ടുണ്ട്, അതും കഴിക്കാം. മാംഗോ. വെയിലൊന്ന് കുറഞ്ഞായിരുന്നേ കൊള്ളായിരുന്നല്ലയോ? വെയിൽ കുറച്ച് സീനാണ്. കണ്ണാടി മാറ്റി വെക്കുമ്പോ നല്ല വെയില. ഞാൻ നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അജിനെ ടേസ്റ്റ് നോക്കിയേ. അജിന് ഇഷ്ടപ്പെടും. നല്ലയാ, നല്ല പുളി ആണോ? എന്നാ കരിക്കെടുത്തോ. അപ്പൊ നമ്മള് കരിക്കും എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ കാണിച്ചിടി. ഓ അന്യായ ലുക്ക്. കഴിക്കാനേ തോന്നുന്നു കണ്ടിട്ട്. പൈനാപ്പിൾ വേണോ? സ്പൈസി പൈനാപ്പിളാ. സ്പൈസി ആയിട്ട് ഒന്നുകൂടെ വേണേ. വെള്ളം കൂടി കുറച്ച് കഴിച്ച് കുടിക്കട്ടെ. കഴിച്ച് കുടിച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ കഴിക്കാം. ടേസ്റ്റ് ഉണ്ടോ ഇസു? മധുരം ഉണ്ടോ? ഇഷ്ടായോ? കരിക്ക് കിട്ടി. കുടിക്കട്ടെ. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. പാപ്പിക്ക് വേണ്ടടാ. ഈ ചൂടത്ത് കരിക്ക് കുടിക്കാൻ നല്ല വൈബ്. അതെ, ഫേവറേറ്റ് പാർട്ട് ഓഫ് കരിക്കാണ് അതിന്റെ ആ ഒരു നൊങ്ക് ഭാഗം, ഒരു ടെൻഡർ ഭാഗം. കഴിക്കട്ടെ. നല്ല മധുരമുണ്ട്. കിടില. നല്ലല്ലയോ? ഇസാൻ ബേബിക്ക് ഇഷ്ടപ്പെട്ട്. കഴിച്ചല്ലോ. ബാ ലെറ്റ്സ് ഗോ. പോവാം. ഇഷ്ടം കൂടെ റംബുട്ടാൻ മതിയോ? റംബുട്ടാൻ എടുത്തുതരാം. നേട്ട റംബുട്ടാൻ പിടിച്ച്. നല്ല വലിയ റംബുട്ടാൻ. നല്ല ടേസ്റ്റ് ഉണ്ടോ? അല്ല, പൈനാപ്പിള്. ഞങ്ങൾ ഇനി ഇതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് റംബുട്ടാന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇളകി വരുന്ന റംബുട്ടാൻ. ഇസാൻ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സൂപ്പർ എന്ന് പറ. കൊള്ളാം. നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നതായിട്ട് നമ്മുടെ പൈനാപ്പിള്. നല്ല മധുരമുണ്ട്. ഇവിടുത്തെ പൈനാപ്പിളിന് ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളി. ഇവിടെ റംബുട്ടാൻ കഴിക്കാൻ വേണ്ടിയുള്ള ബഹളമാണ്. നിങ്ങൾ ഈ റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ പൈനാപ്പിളൊക്കെ ട്രൈ ചെയ്യണം. ഭയങ്കര മധുരമാണ് ഇവിടെ. ഭയങ്കര ടേസ്റ്റ്. അടിപൊളി. ഇസു റംബുട്ടാൻ കഴിക്കും കേട്ടോ. അതെ, ഇസു റംബുട്ടാന്റെ റിവ്യൂ ഒക്കെ പറയാം. അടിപൊളിയായത്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാൻ കൊള്ളാമെന്ന്. കിടില സാധനം. കഴിക്കട്ടെ. ഒരാള് കൊണ്ട് വണ്ടി ഫ്രണ്ടി വെച്ച് എന്റെ വായാണെങ്കിൽ പൈനാപ്പിൾ. ഞാൻ പൈനാപ്പിൾ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുമ്പോ വണ്ടി ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ അകത്തോട്ട് കയറി പോയി. കോമഡി. അയ്യോ, എന്ത് ചെയ്യാനാ? അവളുടെ വായി കുരു പോയി. വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോ റംബുട്ടാന്റെ കുരു ഒക്കെ പോയി. എന്ത് ചെയ്യാനാ? 2 KSRTC ഫ്രണ്ടില് പരസ്പരം ഓവർടേക്ക് ചെയ്ത് പോകും രണ്ടുപേരുടെ. എവിടെ പോന്ന വണ്ടി അത്? കുമ്പളി ഫ്രണ്ടിൽ പോന്നതോ? കട്ടപ്പന. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ വ്യൂ. ചെറുതായിട്ട് ഇങ്ങനെ കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഫ്രണ്ടിൽ വണ്ടി തേണ്ട. അപ്പൊ നമ്മള് പോകുന്ന വഴിയുള്ള വെള്ളച്ചാട്ടത്തിന്റെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇറങ്ങാൻ പോകണം. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാരും വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്, ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഈ ടേണിങ്ങിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. എന്നാ ഭംഗിയാ. നമുക്ക് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്.
നല്ല ഫോഴ്സിലാണ് വീഴുന്നത്. നോക്ക് നോക്ക് നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് എല്ലാവരും ഇറങ്ങി ഈ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോ എടുക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ കിട്ടിലൊരു വ്യൂ തന്നെ അത്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ഇറങ്ങിപ്പോകും കാണാൻ വേണ്ടിയിട്ട്. അത്ര അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ വ്യൂ കണ്ടുകൊണ്ടാണ്. ഇസൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടോ? ഇസാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണോ? ഫോട്ടോ എടുക്കുവാണോ? ഞങ്ങൾ ജസ്റ്റ് ആ വ്യൂ കാണുകയാണ്. ചിരിക്കട്ടെ, ഞങ്ങളുടെ ഇസാൻകുട്ടൻ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവിടെ ഇവിടേക്ക് ആൾക്കാർ ഇറങ്ങിപ്പോയി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മഴയുണ്ട്. അവിടെ താഴെ പോ കാറ്റടിച്ചിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ കാണലേ ഉള്ളു. എങ്ങനെയുണ്ട് വ്യൂ? ഈ റോഡിൽ പോകുമ്പോൾ ആൾക്കാർ എന്തായാലും ഇറങ്ങി കാണും അല്ലേ? പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. സോ ബ്യൂട്ടിഫുൾ. ഈ അരുവിയുടെ ഉത്ഭവം എവിടെയാണോ എന്തോ മുകളിൽ വരുന്നതാണ്. അതിങ്ങനെ താഴോട്ട് ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. അജിയുടെ ഫോട്ടോ കണ്ട പാപ്പി എടുത്തോണ്ടിരിക്കുന്നു. ഫോട്ടോ എടുപ്പാണ് നടക്കുന്നത്. അതെ അതെ, ഫോട്ടോ എടുപ്പ് നടത്തോണ്ടിരിക്കുന്നത്. നമുക്ക് പോവാം, നമുക്ക് മെല്ലെ ഇവിടുന്ന് വിടാം. വണ്ടി എവിടെ പാർക്ക് ചെയ്തേക്കുന്നേ? ഓ, വണ്ടി അവിടെ വന്നാ പാർക്ക് ചെയ്തേക്കുന്നേ. അപ്പൊ നമ്മൾ ഈ വ്യൂവിനോട് ബായ് പറഞ്ഞ് ഇവിടുന്ന് പോവാണ്. ഈ സൈഡില് ഫുൾ കുരങ്ങന്മാരുണ്ട്. ഫോണൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം പിടിക്കാൻ. മങ്കി മങ്കി വണ്ടിയുടെ അടിയില് മങ്കി. ഇസ് കുരങ്ങനെ കണ്ടോ? ഇവിടെ എല്ലാം ഫുൾ കുരങ്ങന്മാരാണ്. റോഡിൽ ഫുൾ ഉണ്ട്. നമ്മൾ ഈ ഫോൺ വഴി അടക്കുമ്പോൾ ചിലപ്പോൾ അവർ തട്ടി പറിച്ചോണ്ടൊക്കെ പോകും. കുരങ്ങൻ വണ്ടിക്ക് ഉള്ളിൽ എന്തോ പരിപാടി നടത്തുക. എന്തെടുക്കുവാ? വണ്ടി പണിയുവാണോ? വണ്ടി പണിയുവാണോ? ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾ എന്നാട്ടോ. ഇസാൻകുട്ടിന്റെ കുരങ്ങനെ കാണുന്നതാണ്. കുരങ്ങനെ കാണും. എത്ര കുരങ്ങാന്ന് നോക്കി ഇസാനെ. അയ്യോ, അവിടെ അമ്മ കുരങ്ങുണ്ട്, അച്ഛൻ കുരങ്ങുണ്ട്, എന്തോരം കുരങ്ങാ. ഇവിടെ ഫുൾ കുരങ്ങ്. പേടിയാണോ? കൊച്ചിന് പേടിയായോ? കുട്ടിക്കാനൊപ്പം എത്തി. കുട്ടിക്കാനായപ്പോ തന്നെ കുറച്ച് കോട വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള കോട ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ കോട വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടിക്കാനം ഭാഗമായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കോട. കാണത്തില്ല. ആ അതെ, തേയില നുള്ളതാണ്. ഇസുവിന്റെ ഫസ്റ്റ് ടൈം ആണ് മൗണ്ടൻ. മൗണ്ടൻ കണ്ടോ? തേയിലത്തോട്ടം കണ്ടോ? ആ വലുതാവുമ്പോ ബേബിക്ക് പറയാ. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ആയിട്ടുണ്ട്. KSRTC ബസ് പോകുന്നുണ്ടോ? അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബ് വ്യൂ ആയിട്ടുണ്ട്. വ്യൂ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. കിടിലൻ വ്യൂ. ബാക്കിൽ നോക്കി, ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഏലപ്പാറ ടൗൺ എത്താറായി. ഞാൻ ആ ഒരു വ്യൂ പോയിന്റ് നിങ്ങളെ കാണിച്ചു തരാം. അടുത്തോട്ടൊന്ന് പോട്ടെ. കിടിലൻ വ്യൂ ആണ് എൻ്റെ ബാക്കിൽ. ഇപ്പൊ നൈസ്. ഈ കാണുന്നതാണ് നമ്മളുടെ വ്യൂ പോയിന്റ്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ. നമ്മളിനി അവിടം വരെ ഇറങ്ങണം താഴോട്ട്. ആ ഒരു റോഡിൻ്റെ ഒക്കെ ഭംഗിയുണ്ട്, ഒരു വളവ് പോലെയൊക്കെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവരിപ്പോൾ പുതിയതായിട്ട് കെട്ടിയേക്കുന്നതാണ്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നൈസ്. ഈ വെള്ള പോലെ കാണുന്ന ആൾക്കാരവിടെ തേയിലെന്നുള്ളൂ. ഞാൻ അത് കണ്ടില്ല. എനിക്ക് അത്രയും വ്യൂ കിട്ടിയില്ല. ആ പ്ലാസ്റ്റിക് കിടക്കുന്നൊരു ഫീൽ. അവിടെ ആൾക്കാരാ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് ജസ്റ്റ് ആ വ്യൂ ഒക്കെ കാണാം. നല്ല കാറ്റുണ്ട്. ഇസാൻ ഇഷ്ടമായോ? ഇസാൻ ഇഷ്ടപ്പെട്ട വ്യൂ? ഒന്നും ഇഷ്ടമായോ? തണുപ്പില്ലയോ? അവിടെ കുറച്ച് കഴിയുമ്പോ നല്ല തണുപ്പ് വരും, കോട വരും. അപ്പൊ ഇസാൻ ഇഷ്ടാവോ? ഇല്ല ഫോൺ എടുക്കുന്നില്ലേ? കേറ് സാറേ.
ഞങ്ങൾ അങ്ങനെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് പോകണം. ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് നല്ല ഭംഗിയില്ലയോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഈ റെസ്റ്റോറൻറ്റ് ഓർമ്മയുണ്ടോ? നമ്മളിതിന് മുമ്പ് ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ ഇടുക്കി ട്രിപ്പ് വന്നപ്പം ഇതേ സെയിം റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഷ്റൂമിലൊക്കെ പോയിട്ട് നമുക്കിനി കയറാം. അത്യാവശ്യം മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതെല്ലാം വെള്ളം കിടപ്പുണ്ട്. കേ ചപ്പാത്തി സൽപ്പേൻ അങ്ങനെ കേട്ടോ, കേ ചപ്പാത്തി. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഉള്ളിൽ വന്ന് അപ്പോഴാണ് നഗ്നസത്യം തിരിച്ചറിയുന്നത്. ഇവിടെ ആ മീൽസ് ഉള്ള കട മാറി ഇപ്പോൾ വേറെ കട സെയിമാ, പേര് മാറി. എന്തോ കൊച്ചു വീഡിയോ കണ്ടോണ്ടിരിക്കുക, എന്നെ കാണിക്കുകയെന്ന്. അന്നേരം ഇപ്പം മന്തി ബിരിയാണിയൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ വൈബ് അങ്ങ് പോയി. വേറെ കാര്യം, നമ്മൾ മീൽസ് കഴിക്കുന്ന മൂഡിലിരുന്നായിരുന്നു. ഇനിയിപ്പം കിട്ടുന്ന ഫുഡ് കഴിക്കാം. ഇനി അങ്ങോട്ട് പോയി കട്ടപ്പന പോകേണ്ട ഒരു ഫുഡ് കഴിക്കാം. അപ്പം അത്രയാകുമ്പോഴത്തേക്കും 3 മണിയോളം കഴിയും. സോ നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മന്തി വന്നിട്ടുണ്ട്. ഹാഫ് മന്തി എന്ന് പറഞ്ഞേ. ഇവർ മന്തി പറഞ്ഞു, ഞാനൊരു ബിരിയാണി പറഞ്ഞു. ഇത് ക്വാണ്ടിറ്റി ഉണ്ട്, നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കൊച്ചിനുള്ള ഇപ്പം വരും. ചേച്ചി വാരിത്തരാം. ബിരിയാണി മതി കൊച്ചിന്, ചേച്ചി വാരിത്തരാം കേട്ടോ. അൽഫാം മന്തി വന്നിട്ടുണ്ട്. ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി സാലഡും എല്ലാം വന്നിട്ടുണ്ട്. കഴിക്കാം. ഇതിലൊക്കെ വിശന്നിട്ട് കഴിപ്പ് തുടങ്ങി. ഞങ്ങളങ്ങനെ അഞ്ചുരുളി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്താണ് വന്നത്. നമ്മളങ്ങനെ താഴോട്ട് നടക്കാൻ പോവാ. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ട്. റോഡൊക്കെ കുറച്ച് റോഡെല്ലാം ഇറങ്ങുന്ന വഴി ഇച്ചിരി മെസ്സാണ്. അന്നേരം മെല്ലെ മെല്ലെ താഴെ ഇറങ്ങണം. ചെളിയായി കിടക്കുവാണ്. അത് മറ്റൊരു കാര്യം. ഞങ്ങൾ എക്സാക്ട്ലി 1 ഇയർ മുമ്പ് ഇങ്ങനെ ഇടുക്കിയിൽ വന്ന സമയത്ത് അഞ്ചുരുളിയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ട് കാണും. പക്ഷെ ഇന്ന് അന്നത്തെ കണക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഈ വരുന്ന വഴിയിലൊക്കെ ആയാലും ചാലിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ക്യാമറ നോക്കി നടന്ന് തറയിൽ കിടക്കും. ഇവിടെ കണ്ടില്ല, ഇങ്ങനെ വഴി കല്ലിളകി കിടക്കുക. ഇവിടെയൊക്കെ ഫുൾ ഡ്രൈ ആയിരുന്നു നമ്മൾ അന്ന് വന്നപ്പോൾ. ഇവിടെയും മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അന്നേരം പിന്നെ ഓഫ് കോഴ്സ് അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് ഇപ്പോഴേ മനസ്സിലായി. എന്നാലും പുള്ളി ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മൾ വന്ന് കണ്ടത് പോണക്കാനുണ്ട്. ഇപ്പോഴും ഫുൾ കാടാണ്. ഇതൊന്നും ആരും ക്ലീൻ പോലും ചെയ്തിട്ടില്ല. സൂക്ഷിച്ചൊക്കെ പോണം. വെള്ളം പോകുന്ന ഫോഴ്സിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ്? അയ്യോ, ശരിക്കും വെള്ളമുണ്ട്. നല്ല ഫോഴ്സിൽ വീഴുന്നുമുണ്ട്. കണ്ടോ? അയ്യോ, നമ്മൾ നടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നു. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഇവിടെ സീനാണ്. ഇവിടെ വെള്ളം ഉയർന്നത് കൊണ്ട് ഇറങ്ങാൻ പാടില്ലെന്ന് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. നമ്മൾ അന്ന് അവിടെ എല്ലാം ഇറങ്ങി നടന്ന് പോയായിരുന്നു. അതൊന്നും ഇനി പറ്റില്ല. കംപ്ലീറ്റ്ലി ഒഴുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കെയർഫുള്ളി താഴോട്ടൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അഞ്ചുരുളി ഒന്ന് കണ്ടു നോക്കാം. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. കൈ പിടിച്ച് വെച്ചിനെ ഇല്ല, ഞാൻ ജസ്റ്റ് സേഫ് പാപ്പി ഒന്ന് മാറിയണം. ഞാൻ ജസ്റ്റ് അഞ്ചുരുളി ഒന്ന് കാണട്ടെ. ഇതാണ് നമ്മുടെ അഞ്ചുരുളി. ഞങ്ങൾ അന്ന് ആ ഭാഗത്തൊക്കെ പോയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ അത്രയും ശക്തമായാണ് വെള്ളം വീഴുന്നത്. വെള്ളം വീഴുന്ന പോയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാമല്ലോ. അതാണ് സീൻ. മുകളിൽ നിന്നൊക്കെ വെള്ളം എങ്ങനെയാണ് ഒഴുകി വരുക. ഇത് ഏത് ഡാമായിരുന്നു? ഇടുക്കി ഡാമാണോ അവിടെ? ഓ, അവിടെ അവിടൊക്കെ ആൾക്കാർ നിൽക്കുന്നതിനെ അവിടെ പറ്റുമോ? ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറുക. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നിലത്ത് ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് അത്രയും രീതിയിലുണ്ട്.
ഈ ടണലിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ വായിച്ചാൽ മതി. ഈ ടണലിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ വായിച്ചാൽ മതി. ഇത് ഞാൻ ഫോട്ടോ എടുത്ത് സൈഡിൽ വെക്കാൻ ആവശ്യമുള്ളത് വായിക്കുക. ഓക്കെ ബൈ. ഇഷാൻ കുട്ടാ, ഇഷാൻ കുട്ടു, ബാ നടക്ക്. പാർക്കിങ്ങിൽ വന്ന് ഇനിയിപ്പോൾ നമുക്ക് പോവാം. നമുക്ക് നമ്മളുടെ സ്റ്റേയിലോട്ട് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയാൽ നമ്മൾ ആ ഒരു ടൈമിങ്ങിൽ എത്തത്തുള്ളൂ. എക്സാക്ട്ലി 1 ഇയർ ബിഫോർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം വന്നപ്പോൾ വേറൊരു അനുഭവം. ഓരോ വട്ടം ഓരോ സീസണിലും ഓരോ ലുക്കാണ് നമ്മുടെ നേച്ചറിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ മഴയൊക്കെ കുറച്ച് സീനായതുകൊണ്ട് നമുക്ക് ഒരുപാട് റിസ്ക് എടുത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോവാം. ഇനി നമുക്ക് പോകുന്ന വഴി കാണാം. കമോൺ. കോട കോട ഇറങ്ങുന്ന ആനയില്ലയോ? അയ്യോ, ഈസിനെ പറ്റിക്കാൻ വേണ്ടി ആന എന്നൊക്കെ പറയുന്നത്. കൊറേ കുയിലുകളുണ്ടെന്ന്. ഞങ്ങളിങ്ങനെ കോടയൊക്കെ കണ്ടു പോവാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ ഉണ്ട്. സോ നമുക്ക് കയ്യിലെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഇങ്ങോട്ടേക്ക് സാനെ ഹാപ്പിയാണോ? ഇവിടെ ഫുൾ പ്രകൃതിയുടെ സൗണ്ട്, ഏലം, ആകെ വൈബ്. ഹാപ്പിയായി ഇസാൻ? ഇഷ്ടപ്പെട്ടു? കൊള്ളാം ഇസാനെ. ഞങ്ങളിങ്ങനെ ഗ്ലാസ് ഒക്കെ താത്തിട്ടിങ്ങനെ ഇസാനെ കാറ്റ് കൊള്ളിപ്പിക്കുക. ഇസാന്റെ മുടി പറക്കുന്ന നോക്ക്. നല്ല രസമുണ്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് പോവാൻ. ഇത് തണുത്ത കാറ്റ്. അങ്ങോട്ട് മടക്കോട്ട് നോക്കി. അവിടെ ഫുൾ കോട. മടക്കോട്ട് നോക്ക്. കണ്ടോ? നമ്മളങ്ങനെ നമ്മളുടെ സ്പോട്ടിൽ എത്താറായി. ഇപ്പം ഇത് രാമക്കമ്മയുടെ തൂക്കുപാലമാണ്. ഇപ്പം നമ്മൾ രാമക്കമ്മയോടുള്ള നമ്മളുടെ ആ സ്റ്റേക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് രാത്രിയിലെ ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ചിക്കൻ മസാല അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ എടുത്തൊരു ചായയും കുടിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം. അടിപൊളിയായിരിക്കും. എപ്പോഴും അവിടെ എത്തുക എന്നുള്ളതൊരു സ്പെഷ്യൽ ഫീലാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുക്കിങ്ങിനുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനട ചിക്കനൊക്കെ വാങ്ങി നിൽക്കുന്നു. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. രാമക്കമ്മയുടെ ഈ തൂക്കുപാലത്തിൽ നിന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് എൻ്റെ മൈൻഡിൽ. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസിലോട്ടാണ് നമ്മളിന്ന് സ്റ്റേക്ക് പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി ആ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ ടീ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ചായ് സ്പോട്ട്. നമുക്ക് നല്ല ചായയും നല്ല കടികളും കഴിക്കാം. ഇവിടെ വേണം പാർക്ക് ചെയ്യാം. ഞാനും അജി മാത്രമേ ബൂസ്റ്റ് കുടിക്കാൻ ഇങ്ങോട്ട് വന്നുള്ളൂ. അവരെല്ലാവരും നാരങ്ങ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ 2 ബൂസ്റ്റും അതുപോലെ കട്ട്ലറ്റും ഒരു സമൂസയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കട്ട്ലറ്റ് സമൂസ വിത്ത് അവരുടെ മയോണൈസിനകത്ത് മിൻറ്റ് എന്തോ അരയ്ക്കുന്നുണ്ട്, ഒരു ചട്നിയും കൂടെ ഉള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇത് ലാസ്റ്റ് ഇയർ വന്നപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്നാക്സൊക്കെ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ നല്ല കട്ട്ലറ്റായിരുന്നു. ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല ബൂസ്റ്റൊക്കെ കുടിച്ച് ആ സ്നാക്സും കഴിച്ചിട്ട് ഈവനിങ് ടൈം എൻജോയ് ചെയ്യുകയാണ്. ലെമൺ ജ്യൂസ് കുടിക്കാൻ പോയി ഇസു പകുതിയായപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ കുറച്ച് ബൂസ്റ്റൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മളങ്ങനെ ബൂസ്റ്റൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവിടെ കുറേ പേര് ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് നിൽപ്പുണ്ട്. ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തോ? ഞാനൊരു വെള്ളം അല്ല ഇനി എടുക്കത്തില്ല. എൻ്റെ ദേഹത്തിന് ചവിട്ട് പോവാണ്. ആ എടുക്കാം. ആക്കത്തില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഒരു ഫോട്ടോ എടുക്കാൻ സമയം ഭയങ്കര പ്രൈവസി ഉള്ളവരാ. ഓ സൂപ്പർമാൻ. ലെമൺ സോഡ കുടിക്കുമ്പോ പാപ്പി ഉപ്പിട്ടേ കുടിക്കത്തുള്ളൂ. ദാഹിക്കുമ്പോ ഉപ്പാന്നല്ലെന്നാ പാപ്പി പറയുന്നത്. അതാ നല്ല വ്യൂ ആയിട്ട് വരികയാണ്. നമുക്കിനി മുകളിൽ എത്തിയിട്ട് കാണാം കേട്ടോ. വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല.
വ്യൂ ഈസ് കമ്മിങ്. ഫൈനലി വി റീച്ച് ദ പോയിന്റ്. ആ ഒരു വ്യൂ പോയിന്റ് എത്തി. നമ്മുടെ സ്പോട്ട് എത്തിയില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. വ്യൂ പോയിന്റ് എത്തിയപ്പോൾ തന്നെ നല്ല കാറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളിങ്ങനെ കാറ്റാടിയ. എത്ര നാളിന് ശേഷം, ഏകദേശം ഒരു 1 ഇയറിന് ശേഷം ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ വേറൊരു ഗുഡ് ഫീലാണ്. ആ സ്റ്റോറിയൊക്കെ ഞാൻ വഴിയേ പറയാം. നമുക്ക് കാറ്റടിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ മുടി പറക്കുമെന്ന് നോക്കിയാൽ മനസ്സിലാവും. നല്ല കാറ്റാ. വ്യൂ വേറെ വൈബാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. എൻ്റെ അമ്മ കിടിലം. ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ ഡിമ്മാവുന്നതിൻ്റെ വേറെ ഫീല് തന്നെ. നമ്മുടെ സ്റ്റേക്കേഷൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. നിങ്ങൾ ആ കവാടം കാണുന്നുണ്ടോ? അവിടെ വരെ പോകണം. ഒരു ഓഫ് റോഡ് ഡ്രൈവാണ് ഇനി പോവേണ്ടത്. അയ്യോ, എനിക്ക് പട്ടീനെ പേടിയാണല്ലോ. നമ്മളങ്ങനെ വേണ്ട സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഫ്രഷൊക്കെ ആയിട്ട് കാണാം. വെട്ടം ഇങ്ങനെ ഡിമ്മായി വരുന്നുണ്ട്. നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെതായ ഫുള്ളിങ്ങനെ നല്ല നനഞ്ഞ് കുതിർന്ന് കിടക്കുക. നല്ല ഭംഗിയുണ്ട്. സോ ഇനി ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് കാണാം. ഇവിടെ എല്ലാവരും നട്ട് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുക. ടെൻറ്റിലോട്ട് പോകണം, താഴോട്ട് ഇനി പോകണം. ഫ്രഷായി കഴിഞ്ഞിട്ട് നേരെ കുക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. ചെറിയ വിശപ്പൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ആദ്യമേ അജിയും കുറച്ച് എഗ്ഗ് ഒക്കെ എടുത്തിട്ടൊന്ന് ബുൾസേ ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുഴുങ്ങാൻ വേണ്ടി വെച്ച്. അപ്പോൾ തൽക്കാലം ഒരു വിശപ്പിന് അത് കഴിക്കാം. നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഹലോ, നമ്മളങ്ങനെ കുക്കിംഗ് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നവരുടെ ക്യാമ്പ് സ്റ്റേ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അജിയുടെ വകയാണ് ചിക്കൻ ഫ്രൈ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് അജിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒന്നുണ്ട്. ചിക്കൻ കറി ഓൾറെഡി ചിക്കൻ കറി ആക്കാൻ വേണ്ടി ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നൈറ്റ് വ്യൂ കിടിലമാണ്. ആ കോട വരുന്നതും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ നമ്മുടെ 2 പ്രത്യേക ഗസ്റ്റുകൾ കിടപ്പുണ്ട്. റാണിയും റാണിയുടെ മോനും. റാണി ഇവിടെ പണ്ട് മുതലേ ഉള്ളൊരു ഡോഗാട്ടോ. ഞങ്ങൾ ചിക്കനൊക്കെ വെക്കുന്ന മണം കേട്ടിട്ട് ആളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ബാക്കി കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനി കട്ട് ചെയ്തിട്ട് വേണം നമുക്കിനി കറി പ്രോപ്പറായിട്ട് ആക്കാൻ. അജിലൂടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു വൈബായിട്ട് ആ ഒരു നൈറ്റിലെ ആ ഒരു നമ്മൾ ആ ഒരു എല്ലാവരും ചേർന്ന് കുക്ക് ചെയ്യുന്ന ആ ഒരു മൂഡുണ്ടല്ലോ, കിടിലമാണ്. വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ഇസുവിന് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ടെസ്സ ഇസുവിടെ വീട്ടിൽ ഗുസ്തിയാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ഡോഗ്സിനടുത്ത് ഇസു അത്ര അങ്ങോട്ട് ആക്റ്റീവല്ല. ആൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞ് ബേബി അല്ലയോ, ഇസാൻ പോയില്ല ഹായ് ഒക്കെ പറയാൻ. അങ്ങനെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പോവാറായപ്പോഴത്തേക്കും നല്ല കട്ട കമ്പനി ആയിരുന്നു. നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈയുമായി ചിക്കൻ കറിയുമായി. നമുക്കിനി എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് രാത്രിത്തെ ഫുഡ് കഴിച്ചാൽ മതി. റാണി അവനിഷ്ടമല്ല, അമ്മ ആരും സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നു. ശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്ത്, ഞങ്ങളെല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്ത കുറേ നല്ല മൊമെൻറ്റ്സാണ്. ലൈഫ് ലോങ് ഞങ്ങൾ കീപ്പ് ചെയ്യാൻ പോകുന്ന കുറേ നല്ല മെമ്മറീസാണ്. നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് ആ പാട്ടിനൊക്കെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് ഒരുപാട് എൻജോയ് ചെയ്തൊരു നൈറ്റായിരുന്നു. ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഇടുക്കി വ്ളോഗിന് സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വീണ്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.